ഹലോ, SSLC മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നടാ? അരിത്മെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണികൾ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് നേരെ തേർഡ് ചാപ്റ്റർ എടുത്തത്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാലേ നമുക്ക് ഈ തേർഡ് ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കറക്റ്റ് കണ്ടിന്യൂഷനാണ് നമ്മുടെ ഈ തേർഡ് ചാപ്റ്റർ. കഴിഞ്ഞ വർഷം വരെ ഈ ചാപ്റ്ററും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും കൂടി ഒരൊറ്റ ചാപ്റ്ററായിരുന്നു. SSLC മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായിരുന്നു അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ ഈ ആൾജിബ്രയും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം കൂടി ഒരു ഒറ്റ ചാപ്റ്റർ ആയിരുന്നു. ഈ വർഷം എന്താണ്, 2 ചാപ്റ്ററാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററും ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മൂന്നാമത്തെ ചാപ്റ്ററും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അറിയാതെ നമുക്ക് ഈ തേർഡ് ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഈ ചാപ്റ്റർ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. രണ്ട് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. ഒന്ന് ആൾജിബ്ര, ബീജഗണിതം. രണ്ടാമത്തെ ടോപ്പിക്ക് സമ്മ്, തുക. ഈ രണ്ട് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ആൾജിബ്ര എന്ന് പറയാം. ഓക്കെ, ആൾജിബ്ര മലയാളത്തിൽ ബീജഗണിതം. ഇതാണ് ആൾജിബ്ര എന്ന് പറയുന്നത്, ബീജഗണിതം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനൊരു ആൾജിബ്രായിക് ഫോം ഉണ്ടായിരിക്കും, അതിനൊരു ബീജഗണിതം ഉണ്ടായിരിക്കും. അതിന് നമുക്ക് 2 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആൾജിബ്രായിക് ഫോം എന്നും പറഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിലൊരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി, ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. രണ്ടും കൂടി പഠിച്ച് മിക്സ് ആവണ്ട. ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി, നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഇക്വേഷൻ എന്ന് വെച്ചാൽ, ആൾജിബ്ര എന്താണെന്ന് വെച്ചാൽ xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം. ഈ ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ മതി. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതിൽ ഓരോ ആൾക്കാരും എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. xn എന്ന് പറഞ്ഞാൽ nth ടേം, മലയാളത്തിൽ n-ാം പദം. അടുത്തത് d എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താടാ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയതാണ്, കോമൺ ഡിഫറൻസ്, മലയാളത്തിൽ പൊതുവ്യത്യാസം. അടുത്ത ഈ എഫ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും നമുക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓരോ ടേംസും. ഇവിടെ xn എന്ന് പറഞ്ഞാൽ nth ടേം എന്ന് പറഞ്ഞാൽ അത് ഏത് ടേം വേണമെങ്കിലും ആകാം. ഫസ്റ്റ് ടേം ആകാം, സെക്കൻഡ് ടേം ആകാം, തേർഡ് ടേം ആകാം, 10th ടേം ആകാം, 100th ടേം, 100ാമത്തെ പദമാകാം. ഏത് ടേം വേണമെങ്കിലും ആകാം. ഇവിടെ നമ്മൾ ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. xn എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേമാണ്, നമുക്കറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേം. അങ്ങനെ ഓർത്തേച്ചാൽ മതി. xn എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേം. ഓക്കെ, ബാക്കിയെല്ലാം അറിയാമല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ്, ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനൊരു ആൾജിബ്രായിക് ഫോം, അതിനൊരു ജനറൽ ഫോം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എടുക്കാം, എന്നിട്ട് അതിൻ്റെ ആൾജിബ്രായിക് ഫോമിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. 1,3,5,7, എക്സെട്ര. ഇതെന്താണ്? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം നമുക്കൊന്ന് എഴുതാവേ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു x2 മൈനസ് x1 അല്ലേ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ പോരെ, ഈക്വൽ ടു സെക്കൻഡ് ടേം 3. അപ്പോൾ 3 മൈനസ് ഫസ്റ്റ് ടേം 1, 3 മൈനസ് 1 ഈക്വൽ ടു 2.
കോമൺ ഡിഫറൻസ് എന്ത് കിട്ടിയടാ? കോമൺ ഡിഫറൻസ് ഇവിടെ 2 ആണ്. അടുത്തത് ഫസ്റ്റ് ടേം നോക്കിയേ എഫ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇവിടെ ആദ്യം ആരാളുള്ളത്? ഇവിടെ 1 അല്ലേ, അപ്പോൾ ഫസ്റ്റ് ടേം ആദ്യ പദം 1 ആണ്. കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഇനി നമുക്ക് ആൾജിബ്രായിക് ഫോം എഴുതാം. എന്താണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം? എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് ഫോം എഴുതാം. ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാം. നോക്കിയടാ, എക്സ് എൻ ഈക്വൽ ടു ഡി എൻ ഡി നോക്കിയേ 2 അല്ലേ, അപ്പോൾ ഡി എൻ എന്ന് പറയുന്നത് ഇവിടെ 2n ആണ്. ഓക്കെ അല്ലേ? പ്ലസ് എഫ് മൈനസ് ഡി, എഫ് നോക്കിയേ എഫ് 1 അല്ലേ, അപ്പോൾ 1 മൈനസ് ഡി എന്ന് പറയുന്നത് 2 ആണ്, 1 മൈനസ് 2 ഈക്വൽ ടു 2n പ്ലസ് 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. ഇവിടെ നോക്കിയേ, പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നു. പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നാൽ നമുക്ക് ഈ പ്ലസ്സിനെ മാറ്റാം, മൈനസിനെ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൾജിബ്രായിക് ഫോം എന്ത് വരും? എക്സ് എൻ ഈക്വൽ ടു 2n മൈനസ് 1 കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 1357 എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് ഫോം. ക്ലിയർ അല്ലേ? എക്സ് എൻ ഈക്വൽ ടു 2n മൈനസ് 1. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഇവിടെ നോക്കി അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. 1, 6, 11, 16, എക്സെട്ര. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഡി ഈക്വൽ ടു x2 മൈനസ് x1. കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ആണ് x2 മൈനസ് x1 ഈക്വൽ ടു സെക്കൻഡ് ടേം നോക്കിയേ 6 മൈനസ് ഫസ്റ്റ് ടേം നോക്കിയേ 1. 6 മൈനസ് 1 ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് 5. ഫസ്റ്റ് ടേം നോക്കിയടാ, എഫ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇവിടെ എന്താടാ? 1 ആണ്, ഫസ്റ്റ് ടേം 1. ഓക്കെ, ഇനി എന്താടാ? ഇനി നമ്മുടെ ആൾജിബ്രായിക് ഫോം എന്താടാ? ആൾജിബ്രായിക് ഫോം എന്താണ്? എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓരോ വാല്യൂം കൊടുത്തോ. എക്സ് എൻ ഈക്വൽ ടു ഡി എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡി നോക്കിയേ 5 ആണ്, 5n പ്ലസ് എഫ് നോക്കിയേ എഫ് 1 ആണ്, 1 മൈനസ് ഡി 5. ഓക്കെ, 1 മൈനസ് 5. ഇപ്പോൾ എന്ത് വരുവാടാ? എക്സ് എൻ ഈക്വൽ ടു 5n പ്ലസ് 1 മൈനസ് 5 എന്ത് വരും? 5 മൈനസ് 1 ഈക്വൽ ടു 4 ആണ്. നോക്കിയേ, 5 മൈനസ് 1 ഈക്വൽ ടു 4. അപ്പോൾ 1 മൈനസ് 5 ചെയ്താൽ മൈനസ് 4 വരും. ഇപ്പോൾ ഇവിടെ മൈനസ് 4 എന്ന് വരും. ഇവിടെ നോക്കിയേ, പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസിന് എടുത്താൽ മതി. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു 5n മൈനസ് 4 എന്ന് വരും നമ്മുടെ ആൾജിബ്രായിക് ഫോം. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, 2, 7, 12, 17, എക്സെട്ര. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു x2 മൈനസ് x1 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു സെക്കൻഡ് ടേം 7 മൈനസ് 2 ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് എന്താടാ? പൊതുവ്യത്യാസം 5. എഫ് നോക്കിയേ, ഫസ്റ്റ് ടേം നോക്കിയേ, ഫസ്റ്റ് ടേം 2. ഓക്കെ, എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ ഈക്വൽ ടു ഡി നോക്കിയേ 5n പ്ലസ് എഫ് എന്താടാ? ഫസ്റ്റ് ടേം 2 മൈനസ് കോമൺ ഡിഫറൻസ് 5. എക്സ് എൻ ഈക്വൽ ടു 5n പ്ലസ് 2 മൈനസ് 5. അതേ നോക്കിയേ, 5 മൈനസ് 2 ഈക്വൽ ടു 3. അപ്പോൾ 2 മൈനസ് 5 എന്ത് വരും ഇവിടെ? -3 എന്ന് വരും. ഇവിടെ -3 വരും. എക്സ് എൻ ഈക്വൽ ടു 5n പ്ലസും മൈനസും വന്നാൽ മൈനസിന് എടുത്താൽ മതി. 5n മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടിയടാ? 5n മൈനസ് 3. അടുത്ത നോക്കിയേ, 21, 32, 43, 54. ഫസ്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം 32 മൈനസ്
ഫസ്റ്റ് ടേം 21, 32 മൈനസ് 21 ഈക്വൽ ടു 11. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടി 11. അടുത്ത എഫ് കണ്ടുപിടിക്കാം. എഫ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഈക്വൽ ടു നോക്കിയേ, ഫസ്റ്റ് ടേം ഇവിടെ 21 ആണ്. ഓക്കെ, അടുത്ത എന്താടാ, എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ ഈക്വൽ ടു ഡി നോക്കിയേ, ഡി 11 ആണ്. അപ്പോൾ 11n പ്ലസ് എഫ് എന്താടാ, എഫ് 21 മൈനസ് ഡി എന്താ 11 ആണ്. അപ്പോൾ എന്ത് കിട്ടും, എക്സ് എൻ ഈക്വൽ ടു 11n പ്ലസ് 21 മൈനസ് 11 10 അല്ലേ, 21 മൈനസ് 11 10 ആണ്. അപ്പോൾ നമ്മുടെ ആൾജിബ്രൈക് ഫോം എന്ത് കിട്ടി, 11n പ്ലസ് 10. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് നോക്കിയേ, 19, 28, 37, എക്സെട്ര. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം 28 മൈനസ് ഫസ്റ്റ് ടേം 19 ഈക്വൽ ടു 9. കോമൺ ഡിഫറൻസ് 9. ഇനി ഫസ്റ്റ് ടേം നോക്കിയേ, എഫ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ 19, ഫസ്റ്റ് ടേം 19. ഇനി നമ്മുടെ ആൾജിബ്രൈക് ഫോം ജനറൽ ആയിട്ട് എഴുതാം. എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ ഈക്വൽ ടു ഡി നോക്കിയേ 9 ആണ്. അപ്പോൾ 9n പ്ലസ് എഫ് നോക്കിയേ 19 മൈനസ് 9. എക്സ് എൻ ഈക്വൽ ടു 9n പ്ലസ് 19 മൈനസ് 9 10 ആണ്. അപ്പം നമ്മുടെ ആൾജിബ്രൈക് ഫോം എന്ത് കിട്ടിയടാ, 9n പ്ലസ് 10. എടാ ആക്ച്വലി ഈ ആൾജിബ്രൈക് ഫോം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ആൾജിബ്രൈക് ഫോം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. ഇവിടെ നോക്കിയടാ, ഇവിടെ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടേം വേണം. x1 കിട്ടാൻ വേണ്ടി എന്നിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 9 ഇൻറ്റു 1 പ്ലസ് 10 ഈക്വൽ ടു 9 ഇൻറ്റു 1 9 പ്ലസ് 10 19. നോക്കിയടാ, ഫസ്റ്റ് ടേം കിട്ടിയില്ലേ. അടുത്ത സെക്കൻഡ് ടേം നോക്കിയേ, 9 ഇൻറ്റു എന്നിന് പകരം 2 കൊടുക്കുക. 2 പ്ലസ് 10 9 ഇൻറ്റു 2 18 ആണ്. 18 പ്ലസ് 10 28. ഓക്കെ, നോക്കിയടാ, സെക്കൻഡ് ടേം ഇവിടെ 28, രണ്ടാമത് 28 കിട്ടിയില്ലേ. ഇനി നമുക്ക് തേർഡ് ടേമും കൂടി നോക്കാം. x3 ഈക്വൽ ടു 9 ഇൻറ്റു എന്നിന് പകരം 3 കൊടുക്കുക. 9 ഇൻറ്റു 3 പ്ലസ് 10. 9 ഇൻറ്റു 3 എന്താടാ, 9 ഇൻറ്റു 3 എന്ത് വരും, 27 വരും. 27 പ്ലസ് 10 ഈക്വൽ ടു 37. നോക്കിയേ, തേർഡ് ടേം 37 ആണ്. അപ്പോൾ ഈ ആൾജിബ്രൈക് ഫോം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ടേം കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റും. ആൾജിബ്രൈക് ഫോം ഉണ്ടെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്മുടെ സമാന്തര ശ്രേണിയിലെ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമ്മളിവിടെ എന്താ 1, 2, 3 ഒക്കെ കൊടുത്തപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം കിട്ടി. ഇനി എന്നിന് 100 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 100ാമത്തെ ടേം കിട്ടും, 100ാമത്തെ പദം കിട്ടും. ഇവിടെ നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ 10th ടേം കിട്ടും, 10ാമത്തെ പദം കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ ആൾജിബ്രൈക് ഫോം ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് അറിയാത്ത ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിയടാ, 1, 1.5, 2, 2.5. എടാ ഈ ഫ്രാക്ഷനെ നമുക്ക് ഒന്ന് അടിപൊളിയാക്കി എഴുതാം. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് സാധാ ഒരു അടിപൊളി ഫ്രാക്ഷൻ ആക്കി എഴുതാം. ആദ്യം 1 പ്രശ്നമില്ലല്ലോ, 1നെ നമുക്ക് അതുപോലെ തന്നെ എഴുതിയാൽ മതി. 1, ഈ 1.5 നോക്കിയടാ, 1.5 ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് നോക്കിക്കോണേ. ഈ 2 ഇൻറ്റു 1 ചെയ്യും. 2 ഇൻറ്റു 1 എന്താടാ 2 ആണ്. പ്ലസ് ഇത് ഈ മോളിൽ കിടക്കുന്ന ആൾ നോക്കിയേ 1 പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട് 2 ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 + 1 3/2 എന്ന് കിട്ടും. കണ്ടോ, 1.5 ഞാൻ എന്ത് എഴുതി, 3/2 എന്ന് എഴുതി. 1.5 ഞാൻ 3/2 എന്ന് എഴുതി.
അടുത്ത് ഈ 2.5 നോക്കിയാൽ ശ്രദ്ധിച്ചോണേ. 2.5 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 2ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4. എന്നിട്ട് ഈ മുകളിൽ കിടക്കുന്നതിനെ ആഡ് ചെയ്യുക. 4 + 1 ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? 2 ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു 4 + 1 5/2 എന്ന് വരും. 2.5 എങ്ങനെ എഴുതാം? 5/2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയോ, 1.5 3/2 എന്ന് എഴുതാം. 3/2, 2നെ അതുപോലെ തന്നെ എഴുതാം, അത് പ്രശ്നമില്ല. 2.5 5/2 എന്ന് എഴുതാം. 5/2 എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാവേ. ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം, രണ്ടാം പദം നോക്കിയേ, 3/2 ആണ്. 3/2 - 1. ഇതിനെ നമുക്ക് 3/2 എന്ന് പറയുന്നത് നോക്കിയടാ, 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 3ൻ്റെ പകുതി, 3ൻ്റെ പകുതി 1.5 ആണ്, 1.5 ആണ്. ഈ 3/2 നിന്നും നമുക്ക് 1 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 1.5 നിന്നും നമുക്ക് 1 കുറച്ചാൽ പോരെ. 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. ഇവിടെ 3/2 നിന്നും 1 കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ 1.5 നിന്ന് 1 കുറച്ചാൽ പോരെ. 1.5 നിന്ന് 1 പോയാൽ 0.5 എന്ന് കിട്ടും. 0.5 എന്ന് കിട്ടും. 0.5 എന്ന് പറഞ്ഞാൽ ആരാടാ? ഹാഫ് ആണ്, 1/2 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇനി ഒന്നുമില്ലേ നമുക്കിത്, ഇത് മനസ്സിലായില്ലേ? നമുക്ക് നോക്കിയോ, ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷനാണ്. ഈ 1നെ ഞാൻ 1/1 എന്ന് എഴുതുവാണേ. 1നെ എനിക്ക് 1/1 എന്ന് എഴുതാം, പ്രശ്നമില്ല. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. 3 × 1 3 - 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 1 2. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമടാ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 - 2 1/2 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്ത്. സിമ്പിളാണ്. അറിയില്ലെങ്കിൽ നമ്മൾ ബേസിക് മാത്സിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വേണ്ട വീഡിയോ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നോക്കി എഫ് കണ്ടുപിടിക്കാം. എഫ് ഈക്വൽ ടു സിമ്പിൾ. എഫ് എന്താണ്? ഇവിടെ 1 ആണ്, ഫസ്റ്റ് ടേം 1. ഇനി നോക്കിയേ, xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതല്ലേടാ നമ്മുടെ ഇക്വേഷൻ. ഓരോ വാല്യൂ കൊടുത്തോ. xn ഈക്വൽ ടു എന്ത് വരും? ഡി നോക്കിയാൽ ഡി 1/2 അല്ലേ? അപ്പോൾ 1/2 n പ്ലസ് എഫ് എവിടെ? എഫ് 1 1 - 1/2. xn ഈക്വൽ ടു 1/2 n പ്ലസ് 1 - 1/2. ഒന്നിൽ നിന്ന് അര പോയാൽ അരയല്ലേടാ? അപ്പോൾ നമുക്ക് 1 - 1/2 ചെയ്താൽ 1/2 എന്ന് വരും. നോക്കിയേ, ഇവിടെ നമ്മുടെ ജനറൽ ഫോം, ആൾജിബ്രൈക് ഫോം കിട്ടി. 1/2 n പ്ലസ് 1/2. ഇത്രയും മതി. ഇനി ഇതിനെ ഒന്നുകൂടി നമുക്ക് സിമ്പിളാക്കി എഴുതാം. അതറിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആൻസറായി. ഇനി ഒന്നുകൂടി നമുക്ക് സിമ്പിളാക്കി എഴുതാം. എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെയും 1/2 ഉണ്ട്. അപ്പോൾ നമുക്ക് 1/2നെ കോമൺ എടുക്കാവേ. 1/2നെ ഞാൻ കോമൺ എടുത്ത് ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ഇവിടെയും 1/2 ഉണ്ടായിരുന്നു, ഇവിടെയും 1/2 ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ 1/2നെ എടുത്തു. ബാക്കി ആരുണ്ടടാ? ബാക്കി n. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ n എഴുതാം. ഇവിടെ നിന്ന് ഞാൻ 1/2നെ എടുത്തില്ല. ഇവിടെ നിന്ന് 1/2നെ എടുത്താൽ വേറെ ആരുമില്ല. വേറെ ആരും ഇല്ലെങ്കിൽ അവിടെ 1 ഉണ്ടേ. 0 എന്ന് പറയല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ 1 ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ +1 കണ്ട, ഇങ്ങനെ നമുക്ക് എഴുതാം. 1/2 × n + 1 എന്ന് ഒന്നും കൂടി സിമ്പിളാക്കി എഴുതാം. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി, പ്രശ്നമില്ല. അടുത്ത് നോക്കിയേ. ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം 1/3 മൈനസ് ഫസ്റ്റ് ടേം 1/6. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നോക്കിയോ? ഒന്നും കൂടെ നോക്കിയാൽ കിട്ടും. 6 × 1 6 മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 6 18 ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 18 3/18 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക്
1/6 എന്ന് കിട്ടും. 3/18 സിംപ്ലിഫൈ ചെയ്താൽ 1/6 കിട്ടും. ബേസിക്സ് അറിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാം നോക്കി പഠിച്ചാൽ മതി, സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ഫസ്റ്റ് ടേം നമുക്കിവിടെ സിമ്പിളാണ്. ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു ഫസ്റ്റ് ടേം നോക്കിയടാ 1/6. ഓക്കെ, ഇനി എക്സ് എൻ എഴുതാം. എക്സ് എൻ ഈക്വൽ ടു, ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഡയറക്റ്റ് എഴുതാൻ പോവാണേ. ഡി എൻ എന്ന് പറഞ്ഞാൽ ഡി നോക്കിയേ 1/6, അപ്പോൾ 1/6n പ്ലസ് എഫ് എഫ് നോക്കിയേ 1/6 ആണ്, 1/6 മൈനസ് ഡി യു എന്താണ് 1/6 തന്നെയാണ്, അപ്പോൾ 1/6 മൈനസ് 1/6 എന്ന് വരും. ഇതെന്താ 0 ആയി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ ഈക്വൽ ടു 1/6n എന്ന് വരും. ആൾജിബ്രായിക് ഫോം ബീജഗണിത രൂപം കിട്ടി. എക്സ് എൻ ഈക്വൽ ടു 1/6n. ക്ലിയർ അല്ലേ?